നിയമസഭയിൽ ഇന്ന് നാടകീയ രംഗങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കളുടെ എതിർപ്പ് തള്ളിക്കളഞ്ഞാണ് ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ അകമ്പടിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങിയ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുകയായിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ അഭ്യൂഹം നിലനിൽക്കെയാണ് സഭാ നടപടികൾ തുടങ്ങി 20 മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനും രാഹുലിനൊപ്പമുണ്ടായിരുന്നു എന്നത് പാർട്ടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും പിന്തുണയില്ല എന്നുള്ള വാദങ്ങൾക്കുള്ള മറുപടി കൂടിയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ വെറുതെയാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെയാണ് മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്. നിയമസഭയിൽ എത്തുന്നതിന് അദ്ദേഹത്തിന് സാങ്കേതികമായി തടസ്സമില്ല. അദ്ദേഹം വന്ന് തൻ്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്യേണ്ടതാണ്, അല്ലാതെ വീട്ടിൽ ഒളിച്ചിരിക്കേണ്ട ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തേണ്ട എന്നുള്ള നിലപാട് തന്നെയായിരുന്നു. കാരണം ഈ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ളതാണ് പ്രതിപക്ഷത്തിന്. ആ വിഷയങ്ങളുടെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിലുള്ള എതിർ ആരോപണങ്ങൾ ഭരണപക്ഷ നിരയിൽ നിന്ന് വരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയാൽ. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തേണ്ട എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പോലെയുള്ള നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയിലെ മറുപക്ഷം വളരെ ശക്തമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തട്ടെ എന്നുള്ള നിലപാടിലായിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി VS-നെ അനുസ്മരിക്കുമ്പോഴാണ് രാഹുൽ നിയമസഭയിലേക്ക് പ്രവേശിച്ചത്. ചരമോപചാരമാണ് ഇന്ന് നിയമസഭയിൽ നടക്കുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ഒപ്പം TG സജിത്ത് രണ്ടുപേരും ചേരുകയാണ്. ഡാൻ, എന്തായാലും വളരെയധികം അഭ്യൂഹമായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. വി.ഡി. സതീശൻ നിയമസഭയിൽ രാഹുൽ വരേണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇതിനേക്കാൾ വലിയ നടപടി എടുക്കേണ്ടതായിരുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലായിപ്പോയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇന്ന് നിയമസഭയിലേക്കുള്ള വരവ്? അവസാന നിമിഷം എന്താണ് സംഭവിച്ചത്? മഞ്ജുഷ്, പ്രത്യക്ഷത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ മുഴുവൻ അഭിപ്രായം മറികടന്നുകൊണ്ട്, വിയോജിപ്പ് മറികടന്നുകൊണ്ടാണ് രാഹുൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. പക്ഷേ രാഹുൽ എത്താനിടയായ സാഹചര്യം എന്താണ് എന്നത് അല്പസമയത്തിനകം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹം അവധി അപേക്ഷ നൽകാനാണോ അതോ മറ്റെന്തെങ്കിലും തുടർനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നതിൽ അവ്യക്തത തുടരുകയാണ്. അതോടൊപ്പം ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സമയം ചോദിച്ചു. പക്ഷേ ദീപാദാസ് മുൻഷി അത് നിഷേധിച്ചിരിക്കുന്നു. രാഹുലുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിലപാടെടുത്തിരിക്കുന്നു. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സഭയിലേക്ക് എത്തിയത് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഷജീർ റഹ്മുമാണ്. അതിനിടെ ഷജീറിനെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി ജില്ലയിൽ നിന്നുള്ള ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു MLA-ക്കൊപ്പം പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലുള്ള മറ്റൊരാൾ എത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് നേതൃത്വത്തോട് ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം KPCCയുടെ ഭാരവാഹി യോഗം ഇന്ദിരാഭവനിൽ ചേരുകയാണ്. അവിടെ അടക്കം വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദീപദാസ് മുൻഷി രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തതോടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് ആഭ്യന്തരമായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ ഇങ്ങനെയൊരു കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയത് എന്ന് അരക്കെട്ടുറപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് ദീപാദാസ് മുൻഷിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഇടപെടൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം ഈ സഭാ നടപടികൾ അവസാനിക്കുമ്പോൾ പുറത്തേക്ക് വരും. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറാകുമോ അതോ മൗനമായി എങ്ങനെ വന്നോ അതുപോലെ മടങ്ങാനാണോ സാധ്യത എന്നതിൽ മാത്രമാണ് ഒരു വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും പുറത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണമാണ് സഭാ കവാടത്തിലടക്കം സജ്ജമാക്കിയിരിക്കുന്നത്. അല്ല ഡാന, ഇതിനകത്ത് ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഒപ്പമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടിയോടുള്ള ഒരു വെല്ലുവിളിയാണെന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. സൈബർ ഇടങ്ങളിൽ ഏതൊക്കെ രീതിയിലാണോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസം അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് യുവ നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ, ഇതേ രീതിയിൽ തന്നെ വി.ഡി. സതീശനാണല്ലോ ഇക്കാര്യങ്ങൾ കൂടുതലും തുറന്നു പറയുന്നത്. ബോധ്യത്തിലെടുത്ത തീരുമാനം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്ന്. അപ്പോൾ
പരസ്യമായി തന്നെ ഈ പോരാട്ടം അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ സതീശനും കൂട്ടർക്കുമെതിരെയുള്ള ഈ നിലപാട് തുടരുന്നു എന്ന സൂചന നൽകുന്നതല്ലേ ഇന്നത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വരവും അതിന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ അകമ്പടി സേവിക്കലും ഒക്കെ. പക്ഷേ ഹൈക്കമാൻഡ് കൃത്യമായ സൂചനയാണല്ലോ നൽകിയിരിക്കുന്നത്, ഒരു പിന്തുണയും ഉണ്ടാവുകയില്ല എന്ന്. അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളിലൂടെ ആ നിലപാട് ആവർത്തിച്ചുവെന്നേ ഉള്ളൂ. ഇതേ നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡിനെ നേരത്തെ തന്നെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളും അറിയിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് വി ഡി സതീശൻ ഏകപക്ഷീയമായി എടുത്ത ഒരു തീരുമാനമെന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷേ അത് നിലപാട് വിശദീകരിച്ചത് ഒരുപക്ഷെ കടുത്ത ഭാഷയിൽ അത് മാധ്യമങ്ങളോട് അറിയിച്ചത് വി ഡി സതീശനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്ക് നേതൃത്വം എങ്ങനെ മറുപടി നൽകുമെന്നതൊക്കെ അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ KPCCയുടെ ഭാരവാഹി യോഗം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം ഇന്ദിരാഭവനിൽ ചേരുകയാണ്. അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സമാനതകളില്ലാത്ത വിമർശനം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉയരാനുള്ള സാധ്യതയാണുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അബിൻ മർക്കിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളെന്ന് പറഞ്ഞ് ജീന സജി തോമസ് എന്ന പരാതിക്കാരിയെ തട്ടിപ്പ് കേസിലെ പ്രതിയെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന സൂചന കോൺഗ്രസ് നേതൃത്വത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ KPCC ഭാരവാഹി യോഗത്തിൽ ഉയരാനാണ് സാധ്യത. ശരി, ഡാനിലേക്ക് വരാം. അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയുവാൻ കഴിയും. നിയമസഭയിൽ ഇപ്പോൾ സജിത്ത് കൂടി ചേരുകയാണ്, TG സജിത്ത് കൂടി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇപ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ 3 ദിവസവും തുടർച്ചയായിട്ട് പറയുന്നുണ്ടായിരുന്നു കൃത്യമായ ബോധ്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്. അത് ഇതല്ല, ഇതിനേക്കാൾ മുകളിലുള്ള നടപടി വേണമായിരുന്നു എന്ന് ചർച്ചകൾ നടന്നതാണ്. പക്ഷേ ഇതിൽ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ നടപടി കഴിഞ്ഞിട്ടില്ല എന്നുകൂടി അദ്ദേഹം സൂചന നൽകിയിരുന്നു. അത് മാത്രമല്ല, താൻ മാത്രമല്ല നേതാക്കൾ ഒറ്റക്കെട്ടായാണ് ഈ തീരുമാനമെടുത്തതെന്നും ഹൈക്കമാൻഡിന്റെ അംഗീകാരമുണ്ടെന്നും പറഞ്ഞിരുന്നു. അതിലെല്ലാം വാക്കുകൾക്കിടയിൽ വായിക്കുമ്പോൾ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തരുത് എന്ന് തന്നെയായിരുന്നു. പക്ഷേ അടൂർ പ്രകാശിനെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു രാഹുൽ വരണമെങ്കിൽ വരട്ടെ എന്ന രീതിയിൽ, അത് തീരുമാനിക്കുവാനുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിന് MLA എന്ന രീതിയിൽ ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ പാർട്ടിയിൽ പൊതുവെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയാൽ അത് പ്രതിരോധത്തിലാക്കും പ്രതിപക്ഷത്തെ, UDF-ന് എന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നുവല്ലോ. കാരണം ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ അത്രമാത്രം ഉണ്ട്. അതെല്ലാം ദുർബലമാകുന്ന രീതിയിലേക്ക് ഈ ഒരൊറ്റ വിഷയം വളർന്നു വരരുത് എന്നുള്ള നിർബന്ധം UDF-നുണ്ടല്ലോ. പക്ഷേ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു നിലപാടല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തിരിക്കുന്നത്. അതോ ഇനി ചിലപ്പോൾ അവധി നൽകി പോകാനാണെങ്കിൽ ശരി, പക്ഷേ അങ്ങനെ ആകുവാനുള്ള സാധ്യതയും ഉറപ്പിച്ചു പറയാൻ പറ്റുകയില്ലല്ലോ. ഒരിക്കലുമില്ല. മഞ്ജുഷ സൂചിപ്പിച്ചതാണ് സുധ, ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കരുത് എന്നത് ആത്മാർത്ഥമായി കോൺഗ്രസിന്റെ എല്ലാ ആളുകളും ആഗ്രഹിച്ചതാണ്, നേതാക്കൾ പ്രത്യേകിച്ചും ആഗ്രഹിച്ചതാണ്. ഒരുപക്ഷെ രാഹുലിനോട് അല്പം മൃദു സമീപനമുള്ള നേതാക്കൾ പോലും രാഹുൽ ഇപ്പോൾ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു. ആരും പ്രതീക്ഷിച്ചതുമില്ല. നേതൃത്വവുമായി ഒരു ആശയവിനിമയം